नफरत के बाजार में मोहब्बत की दुकान खोलने की कोशिश की. നിങ്ങൾ ഇന്ന് ഇവിടെ മഞ്ഞിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്കാർക്കും തണുപ്പ് അനുഭവപ്പെടുന്നില്ല. നിങ്ങൾ മഴയിൽ നിന്നു, ആരും നനഞ്ഞില്ല. ചൂടിൽ ആർക്കും ചുട്ടുപൊള്ളിയില്ല. തണുപ്പിൽ നിങ്ങൾക്ക് ആർക്കും തണുക്കുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ ശക്തി നിങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ സന്ദേശത്തെക്കുറിച്ച് പ്രിയങ്ക പറയുമ്പോൾ ഞാൻ കേൾക്കുക ആയിരുന്നു. പൊതുവെ അങ്ങനെ സംഭവിക്കാറില്ല. എങ്കിലും എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഞാൻ കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. രാജ്യം മുഴുവൻ ഞാൻ നടന്നു. സത്യം പറയട്ടെ, നിങ്ങൾക്ക് അവിശ്വസനീയം ആണെന്ന് തോന്നും. കുറേ കാലങ്ങളായിട്ട് എന്നും 8-10 കിലോമീറ്റർ ഓടാറുണ്ട്. അപ്പോഴൊക്കെ വിചാരിച്ചിരുന്നത് കന്യാകുമാരിയിൽ നിന്ന് കാൽനടയായി കശ്മീരിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നടന്നെത്താൻ കഴിയും എന്നാണ്. ശാരീരികമായി എനിക്കിത് ബുദ്ധിമുട്ടുള്ള കാര്യമായി എൻ്റെ മനസ്സ് പറയാറില്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഒരുപാട് കാലമായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അഹങ്കാരമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ വരുന്നത് പോലെ. പിന്നെ കാര്യം മാറി. ചെറുതായിരുന്നപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഫുട്ബോൾ കളിച്ച് മുട്ടിന് നല്ല പരിക്ക് പറ്റിയിരുന്നു. അക്കാര്യം ഞാൻ മറന്നുപോയിരുന്നു. കാൽമുട്ടിലെ വേദന അപ്രത്യക്ഷമായിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ മറന്നുപോയത്. എന്നാൽ കന്യാകുമാരിയിൽ നിന്ന് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ കാൽമുട്ടിന് നല്ല വേദന തോന്നി. പ്രശ്നമായി. നല്ല വേദന. എൻ്റെ മുഴുവൻ അഹങ്കാരവും ഇല്ലാതായി. ഞാൻ ആലോചിക്കുവാൻ തുടങ്ങി. ഈ 3500 കിലോമീറ്റർ എനിക്ക് നടന്നെത്തുവാൻ ആകുമോ? ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത്, ഇത്ര എളുപ്പമുള്ള കാര്യം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആയിരിക്കുമോ? എന്നാൽ ഞാൻ എങ്ങനെയൊക്കെയോ അത് പൂർത്തിയാക്കി. ഒരുപാട് പഠിക്കുവാൻ പറ്റി. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നു. പക്ഷേ സഹിച്ചു. വഴിയിൽ ഒരു ദിവസം നല്ല വേദന എടുത്തപ്പോൾ ഞാൻ ആലോചിച്ചു, 6-7 മണിക്കൂറുകൾ ഇനിയും നടക്കണം. അത് പറ്റില്ലെന്ന് ആ ദിവസം തോന്നി. എന്നാൽ ഒരു ചെറിയ കുഞ്ഞ് എൻ്റെ അടുക്കലേക്ക് ഓടിവന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചിലത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ വായിക്കേണ്ട, പിന്നീട് വായിക്കണം. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ഓടിപ്പോയി. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ തന്നെ വായിക്കാം, എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന്. അവൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു: താങ്കളുടെ കാൽമുട്ടിന് നല്ല വേദന ഉണ്ടെന്ന് കണ്ടാൽ അറിയാം. ആ കാലിൽ ഭാരം കൊടുക്കുമ്പോൾ വേദന താങ്കളുടെ മുഖത്ത് കാണുവാൻ ആകുന്നുണ്ട്. ഞാൻ താങ്കളുടെ കൂടെ കന്യാകുമാരി മുതൽ ഇതുവരെ നടക്കുന്നില്ല. കാരണം എൻ്റെ മാതാപിതാക്കൾ എന്നെ അതിന് അനുവദിക്കുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പമാണ്. താങ്കളുടെ സൈഡിൽ ഞാൻ നടക്കുന്നുണ്ട്. കാരണം താങ്കൾ ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. അവിശ്വസനീയമെന്ന് പറയട്ടെ, ആ നിമിഷം നടന്ന കാര്യമാണ്. എൻ്റെ വേദന ആ ദിവസത്തേക്ക് മാഞ്ഞുപോയി. പിന്നെ ഒരു ദിവസം നടക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അവിടേക്ക് 4 കുഞ്ഞുങ്ങൾ വന്നു. വേണോ വേണ്ടയോ എന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാം. ആ 4 കുഞ്ഞുങ്ങൾ, അവർ ഭിക്ഷ എടുക്കുന്നവരാണ്. അവരുടെ ദേഹത്ത് കുപ്പായം ഉണ്ടായിരുന്നില്ല. കൂലിപ്പണി എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവരുടെ ദേഹമാസകലം ചെളി പുരണ്ടിരുന്നു. ഞാനിതൊന്നും നോക്കാറില്ല. എങ്കിലും ഞാൻ അവരെ ആലിംഗനം ചെയ്തു. മുട്ടുകുത്തി അവരെ ചേർത്ത് നിർത്തി. ഞാൻ അവരോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. കേൾക്കൂ, പിന്നെ പറയാം എന്ന് ആഗ്രഹിച്ചതല്ല, പറയണം. തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടാകില്ല. ചെറിയ കുഞ്ഞുങ്ങൾ കൂലിപ്പണി എടുക്കുന്നവർ ആയിരുന്നു. ഞാൻ കരുതി അവർ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല. എങ്കിൽ ഞാനും കമ്പിളി വസ്ത്രം ധരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാൻ എന്തുകൊണ്ട് അത് പറയണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാനിത് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, രാഹുൽജി, ആ കുട്ടികൾ വൃത്തികെട്ടായി ഇരിക്കുന്നു. താങ്കൾ ഇങ്ങനെ അവരുടെ അടുത്ത് പോകരുത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആ മക്കൾ എന്നേക്കാൾ നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ശുദ്ധരാണെന്ന്. രാജ്യത്ത് ഇപ്പോഴും ഇങ്ങനെ ഒരു ചിന്താധാര ഉണ്ട്.
മറ്റൊരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, കുറ്റപ്പെടുത്താം. ഞാൻ നടക്കുമ്പോൾ കുറേ സ്ത്രീകൾ കരയുന്നുണ്ടായിരുന്നു. താങ്കൾ കണ്ടുവോ? നിങ്ങൾക്കറിയാമോ അവർ എന്തുകൊണ്ടാണ് കരയുന്നതെന്ന്? അവരിൽ അവർ ഇമോഷണൽ ആയിരുന്നു. ചിലർ എന്നെ കണ്ടതിലുള്ള സന്തോഷക്കണ്ണീർ ആയിരുന്നു. അതിൽ ചില സ്ത്രീകൾ അവർ എന്നോട് പറഞ്ഞത് അവർ ബലാത്സംഗം ചെയ്യപ്പെട്ട കഥയാണ്. സ്വന്തം ബന്ധുക്കളാൽ ചിലർ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചത്, സഹോദരി, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പരാതി പറഞ്ഞില്ല എന്നാണ്. അതിനവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ പറഞ്ഞത് താങ്കളുടെ അറിവിലേക്കാണ്. പോലീസിൽ അറിയിച്ച് ഞങ്ങൾക്കിനിയും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കരുത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നേർചിത്രമാണ്. ഇതുപോലെ നിരവധി കഥകൾ പറയാനുണ്ട്. പിന്നെ ഞാൻ കാശ്മീരിലേക്ക് വരുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, താഴെ നിന്ന് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു, അന്നെൻ്റെ ബന്ധുക്കൾ മുകളിൽ നിന്ന് താഴേക്ക് വന്നു. കശ്മീരിൽ നിന്ന് അലഹബാദിലെ ഗംഗയുടെ തീരത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നുകയായിരുന്നു, ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുക ആണെന്ന്. എനിക്ക് വീടെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഞാൻ സർക്കാരിൻ്റെ വീടുകളിലാണ് കഴിഞ്ഞിരുന്നത്. എനിക്ക് സ്വന്തമായി വീടില്ല. അപ്പോൾ എനിക്ക് വീട് എന്ന് പറയുന്നത് ഘടനയെ വീടായി കണക്കാക്കിയിട്ടല്ല. ഞാൻ എവിടെ താമസിക്കുന്നുവോ അതെല്ലാം കെട്ടിടമായി മാത്രമേ ഞാൻ കാണൂ. അതൊരിക്കലും എനിക്ക് വീടല്ല. വീടെനിക്ക് ചിന്തയാണ്. എങ്ങനെ ചിന്തിക്കണം, ജീവിക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ് എനിക്ക് വീട്. ഇവിടെ എന്തിനെ ആണ് നിങ്ങൾ കശ്മീർ എന്ന് വിളിക്കുന്നത്? അതിന് ഞാൻ വീടെന്ന് വിളിക്കുന്നു. എന്താണ് കശ്മീരിയാത്ത്? അത് ശിവന്റെ ചിന്തയാണ്. പിന്നെയും ആഴത്തിൽ പോകുകയാണെങ്കിൽ ശൂന്യത എന്ന് വിളിക്കാം. സ്വയം തിരിച്ചറിയുക, അതിൻ്റെ അഹങ്കാരങ്ങളിലൊക്കെ ആക്രമിക്കുക. ഇവിടെ ശൂന്യത എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ഇസ്ലാമിൽ ഹന്ന അഥവാ സ്വയം ചിന്തയെ ആക്രമിക്കണം എന്നൊക്കെ പറയുന്നു. രണ്ടിടത്തും ചിന്ത ഒന്നാണ്. നമ്മൾ ഒരു കോട്ട കെട്ടി ഇരിക്കുക ആണ്. ഞാൻ ഇതാണ്, എനിക്കിതുണ്ട്, എനിക്ക് വിവരമുണ്ട് എന്നൊക്കെ. ആ കോട്ടയെ തന്നെ ആക്രമിക്കുക എന്നത് ശൂന്യതയും ഹന്നയും ഒക്കെ. ഈ ഭൂമിയിൽ രണ്ട് വിചാരധാരകളാണ് ഉള്ളത്. ഇവയുടെ ബന്ധം വളരെ ആഴത്തിൽ ഉള്ളതാണ്, കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇതിനെയാണ് കശ്മീരിയത്ത് എന്ന് വിളിക്കുന്നത്. ഈ ചിന്ത മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഗാന്ധിജി വൈഷ്ണവ ജനതയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴും അവിടെ നാം അതിനെ ശൂന്യത എന്ന് വിളിക്കുന്നു. അതിനെ ഗുജറാത്തിൽ വൈഷ്ണവ ജനതോ എന്ന് വിളിക്കുന്നു. ആസാമിൽ ശങ്കരദേവൻ ഇത് തന്നെ പറഞ്ഞു. കർണാടകയിൽ ബസവള്ളവനും, കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും, മഹാരാഷ്ട്രയിൽ ജ്യോതിറാവ് ഫൂലെയും ഇത് തന്നെ പറഞ്ഞു. ഇത് നാം കശ്മീരിയത്ത് എന്ന് വിളിക്കുന്നു. ജനങ്ങളെ യോജിപ്പിക്കുക, മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കുക, നമ്മളെ തന്നെ ആക്രമിക്കുക, നമ്മുടെ കുറവുകൾ നോക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ബന്ധുക്കൾ കശ്മീരിൽ നിന്നും ഗംഗയുടെ തീരത്തേക്ക് പോയ കഥ. അലഹബാദ് സംഗമത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അവർ അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ കശ്മീര്യത്തിൻ്റെ ചിന്ത ഗംഗയിലിട്ടു. ഗംഗ ആ ചിന്തയെ ഒഴുക്കിക്കൊണ്ടുപോയി. ഉത്തർപ്രദേശിൽ ആ ചിന്ത പരന്ന് ഒഴുകി. ഉത്തർപ്രദേശിൽ അത് ഗംഗ യമുന സംഗമം ആയി അറിയപ്പെടുന്നു. എൻ്റെ കുടുംബാംഗങ്ങൾ ചെറുതോ വലുതോ ആയ കാര്യം അല്ല ചെയ്തത്. നിങ്ങളവരെ പഠിപ്പിച്ചത്, കശ്മീരിലെ ജനത അവരെ പഠിപ്പിച്ചത്, ലഡാക്കിലെ ജനത പഠിപ്പിച്ചത്. കാരണം അവരുടെ പക്കൽ ബുദ്ധമതമുണ്ട്. അവരിലും ശൂന്യതയുടെ വിചാരധാരയുണ്ട്. അവർ ആ ചിന്തയും കൊണ്ടുപോയി ഗംഗയിൽ വെച്ചു. ഇവിടേക്ക് നടന്നു വരുമ്പോൾ ഞാനിതൊക്കെ ആണ് ആലോചിച്ചത്. അപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, താങ്കൾ നോക്കൂ, ഇന്ത്യയിൽ എവിടെയും നടക്കുന്നത് ജമ്മുവിലും നടക്കാം. കശ്മീരിൽ നിങ്ങൾ വണ്ടിയിൽ പോകേണ്ടി വരും. ഇനി 4 ദിവസമല്ലേ ആകെ ഉള്ളൂ. വേണുഗോപാൽജിയും സംഘാടകരും 3 ദിവസം മുൻപ് അധികൃതരും പേടിപ്പിക്കാനായിട്ടായിരിക്കും അവരും പറഞ്ഞു, നിങ്ങൾ നടന്നു പോകുക, ആണെങ്കിൽ നിങ്ങളുടെ മേൽ അവർ ഗ്രനേഡ് എറിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് തിരിച്ചു പോകുക ആണല്ലോ. 4 ദിവസം
4 ദിവസം കാൽനടയായി നടക്കാം, എൻ്റെ വീട്ടുകാർക്കിടയിലൂടെ നടക്കാം എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചത്, എന്നെ വെറുക്കുന്നവർക്ക് എന്തുകൊണ്ട് അവസരം കൊടുത്തുകൂടാ? എൻ്റെ വെള്ള ഷർട്ടിൻ്റെ നിറം മാറട്ടെ, അതിൽ ചുവപ്പാകട്ടെ. കാരണം എൻ്റെ കുടുംബവും ഗാന്ധിജിയുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ജീവിക്കുക ആണെങ്കിൽ പേടിയില്ലാതെ ജീവിക്കണമെന്ന്. അല്ലാതെ ജീവിതമല്ലെന്നും. ഞാൻ ഒരു അവസരം കൊടുത്തു. 4 ദിവസം നടന്നു. എൻ്റെ ടീഷർട്ടിൻ്റെ നിറം ചുവപ്പ് ആകട്ടെ, കാണാമല്ലോ. ഞാൻ ചിന്തിച്ചത് എന്താണോ അത് തന്നെ സംഭവിച്ചു. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എനിക്ക് മരണം തന്നില്ല, സ്നേഹം തന്നു, ആലിംഗനം തന്നു. കുട്ടികളും പ്രായമായവരും ആലിംഗനം കൊണ്ട് എന്നെ സ്വാഗതം ചെയ്തു. എല്ലാവരും എന്നെ സ്വന്തമെന്ന് കരുതി. എനിക്ക് വളരെ സന്തോഷമായി. കാശ്മീരിലെ ജനങ്ങളോട്, ഇവിടുത്തെ സേനകളിലെ എല്ലാവരോടും, കുടുംബങ്ങളോടും, കുട്ടികളോടും, ഇവിടുത്തെ കുട്ടികളോടും, യുവാക്കളോടും, അമ്മമാരോടും എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹിംസയെ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ ഒരുപാട് ഹിംസ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആക്രമണം കാണാത്തവർക്കും അത് അനുഭവിച്ചിട്ടില്ലാത്തവർക്കും ഹിംസ എന്താണെന്ന് മനസ്സിലാവില്ല. ഉദാഹരണത്തിന് മോദിജി, അമിത്ജി, RSSകാർ, അവരൊന്നും അക്രമം അനുഭവിച്ചിട്ടില്ല. ഭയമാണവർക്ക്. കൈവച്ച് പറയാം, പേടിയാണ്. 4 ദിവസം BJPയുടെ ഒരു നേതാവിനും ഇതേപോലെ നിർഭയം കശ്മീരിലൂടെ നടക്കുവാൻ ആവില്ല. ജമ്മു കാശ്മീരിൽ ജനം അവരെ നടക്കുവാൻ അനുവദിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് തന്നെ ഭയമായിട്ടാണ്. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട്, സൈന്യത്തോട് ചിലത് പറയുവാനാണ് നിൽക്കുന്നത്. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ആയിരിക്കണം. സ്കൂളിലായിരുന്നു. രാവിലെ ജോഗ്രഫി പീരീഡ് ആയിരുന്നു. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ആയിരുന്നു. സ്കൂളിലായിരുന്നു. രാവിലെ ജോഗ്രഫി പീരീഡ് ആയിരുന്നു. മുന്നിലിരുന്ന് ജോഗ്രഫി പഠിക്കുമ്പോൾ ആയിരുന്നു ഒരു അധ്യാപിക വന്ന് എന്നോട് പറഞ്ഞത്, രാഹുൽ, നിന്നെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. ഞാനൊരു വികൃതിക്കുട്ടിയായിരുന്നു. സഹോദരിയോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് എന്ന്. എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അടികിട്ടും, അതിനാണ് പ്രിൻസിപ്പൽ വിളിക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ കരുതി. പക്ഷേ ഞാൻ നടക്കുമ്പോൾ എന്നെ വിളിക്കുവാൻ വന്ന ടീച്ചറെ കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ എത്തിയപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, രാഹുൽ, വീട്ടിൽ നിന്നും ഒരു ഫോൺ വന്നിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. എൻ്റെ കാല് വിറച്ചു. ഫോൺ ചെവിയിൽ വെച്ചപ്പോൾ എൻ്റെ അമ്മയോടൊപ്പം ഒരു ജോലിക്കാരിയുണ്ട്. അവർ അലമുറയിട്ട് കരയുന്നുണ്ട്. രാഹുൽ, ദാദിയെ, മുത്തശ്ശിയെ വെടിവെച്ചു, ദാദിയെ വെടിവെച്ചു. എനിക്ക് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കൂ, ഞാൻ ഈ പറയുന്നത് പ്രധാനമന്ത്രിക്ക് മനസ്സിലാകണം എന്നില്ല. അമിത്ഷാജിക്കും മനസ്സിലാകില്ല, ഡോവൽജിക്കും മനസ്സിലാകില്ല. പക്ഷേ ഇക്കാര്യം കശ്മീരി ജനതയ്ക്ക് മനസ്സിലാകും. CRPF ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകും. ഇക്കാര്യം സേനാ അംഗങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ കുടുംബത്തിനും മനസ്സിലാകും. അന്ന് എന്നോട് പറഞ്ഞു, ദാദിക്ക് വെടിയേറ്റു. ഞാൻ തിരികെ കാറിൽ പ്രിയങ്കയെ കൂട്ടി വീട്ടിലെത്തി. പിന്നെ ഞാൻ മുത്തശ്ശിയുടെ ചോര പുരണ്ട സ്ഥലങ്ങൾ ശരീരത്തിൽ കണ്ടു. അപ്പോൾ അമ്മ തകർന്നു പോയിരുന്നു. അനങ്ങാൻ ആകുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, നമ്മൾ ആരാണ്? നമ്മൾ ഹിംസ കണ്ടവരാണ്. തൻ്റെ മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നു, ഇത് കണ്ടോ, നിങ്ങൾക്കിത് ടെലഫോണാണ്. പക്ഷേ ഞങ്ങൾക്കിത് വേദന തരത്തിൽ ആണ് അനുഭവപ്പെടുന്നത്. 6-7 കൊല്ലങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു. അന്ന് ഞാൻ അമേരിക്കയിലായിരുന്നു. പുൽവാമയിലെ സൈനികരുടെ വീട്ടിൽ ഇതുപോലെ ടെലഫോൺ പോയി കാണണം. ഇതുപോലെ ആയിരക്കണക്കിന് കശ്മീരികളുടെ വീടുകളിലേക്ക് ടെലഫോൺ പോയി കാണും. അതുപോലെ എനിക്കും വന്നു ഒരു ടെലഫോൺ. പപ്പയുടെ സുഹൃത്തിൻ്റെ ഫോണായിരുന്നു. അതെ, മോശം വാർത്ത ആണ്. അതെ, ഞാൻ അവരോട് പറഞ്ഞു, അറിയാം, പപ്പ മരിച്ചതല്ലേ? അതെ, താങ്ക്സ് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ പറയുന്നത്, മോദിജി, അമിത്ഷാജി, അജിത് ഡോവൽജി, RSSൻ്റെ ആളുകൾ മനസ്സിലാക്കുക. അവർക്ക് വേദന മനസ്സിലാകില്ല, നമുക്ക് മനസ്സിലാകും. സത്യം പറയുമ്പോൾ, ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം വരുന്നു. എൻ്റെ തൊണ്ടയിൽ വലിയ ഖനം വന്ന് നിറയുന്നത് പോലെ. നമ്മളെല്ലാവരും
ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച വേദനകൾ ഉള്ളിലേക്ക് തികട്ടി വരുന്നത് പോലെ ജനിച്ച അന്നു മുതൽ ഇതുവരെ അനുഭവിച്ച വേദനകളും അപമാനങ്ങളും വേർപാടുകളും എൻ്റെ ഉള്ളിലേക്ക് തികട്ടി വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മക്കളുടെ മനസ്സിലെ വേദന എനിക്ക് മനസ്സിലാകും. ഇവിടുത്തെ മക്കൾക്ക് സംഭവിച്ചു തന്നെ ആണ് എൻ്റെ മനസ്സിലും നടന്നത്. ഇവിടെ കശ്മീരിൽ മരിച്ചു വീഴുന്ന ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരുന്ന ഫോൺ കോൾ അവരുടെ മനസ്സിൽ എന്താണ് കൊണ്ടുവരുന്നതെന്ന് എനിക്കും എൻ്റെ സഹോദരിക്കും നന്നായി അറിയാം. ഇന്നലെ ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന്, കശ്മീരിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന്. നേരം ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഇന്ന് ഇവിടെ പറയാം എന്ന് വിചാരിച്ചു. യാത്രയുടെ ലക്ഷ്യം വീടുകളിലേക്ക് വരുന്ന ഈ ഫോൺ കോൾ നിലയ്ക്കണം എന്നാണ്. അത് ആർമിയുടേത് ആണെങ്കിലും CRPFകാരൻ്റെ ആണെങ്കിലും സാധാരണക്കാരൻ്റെ ആണെങ്കിലും കശ്മീരിയുടെ വീട്ടിലേക്ക് ഉള്ളതാണെങ്കിലും അത് നിലയ്ക്കണം, അത് ഇല്ലാതാകണം. ഈ ഫോൺ കോൾ ഒരു കുഞ്ഞോ ഒരമ്മയോ മോനോ എടുക്കുവാൻ ഇടയാകരുത്. ഈ യാത്രയുടെ ലക്ഷ്യം ഈ ഫോൺ കോൾ നിലയ്ക്കണം എന്നാണ്. BJP RSS ആരെയാണ് ആക്രമിക്കുന്നത്? എന്നെ തെറിവിളിക്കുന്നു. ഞാൻ അവർക്ക് നന്ദി പറയുന്നു. ഞാൻ ശൂന്യതയുടെ കാര്യം പറഞ്ഞു, ഞാൻ ശിവജിയുടെ കാര്യം പറഞ്ഞു. അതെല്ലാം എനിക്ക് അറിവുള്ളതാണ്. അവരെന്നെ എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും കളിയാക്കിയാലും എന്തു ചെയ്താലും അതിൽ നിന്നെല്ലാം ഞാൻ പഠിക്കുന്നു. അതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. പക്ഷേ തുടക്കത്തിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ? അത് കശ്മീരിയത്ത് ആയിക്കോട്ടെ, വൈഷ്ണവ ജനത ആയിക്കോട്ടെ, ശങ്കരദേവൻ ആയിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, ബസവണ്ണ ആയിക്കോട്ടെ, തിരുവള്ളൂർ ആയിക്കോട്ടെ, ചിന്താധാരകളൊക്കെ ഇന്ത്യയുടെ അടിത്തറയാണ്. അതിനെ ആണവർ ആക്രമിക്കുന്നത്. ചിന്താധാരകളെ രക്ഷിക്കുവാൻ ആണ് ഞാനും നിങ്ങളും യാത്ര ചെയ്തത്. ഞാൻ ഈ കാര്യം ചെയ്തതായി എനിക്ക് വേണ്ടി ഒരിക്കലും ചെയ്തതായി അല്ല. പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ജോലി ചെയ്യും. കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടിയല്ല ചെയ്തത്. ഞാനിത് ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. രാജ്യത്തിൻ്റെ അടിത്തറ തകർക്കുന്ന ഏതൊരു വിചാരധാരയും എതിർക്കുവാൻ നാം ഒന്നായി നിൽക്കും. വെറുപ്പോടെയല്ല, കാരണം അത് നമ്മുടെ രീതിയല്ല. സ്നേഹത്തോടെ എതിർക്കും. എനിക്കറിയാം, സ്നേഹത്തോടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ, കാര്യം പറയുമ്പോൾ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ ആകും. അവരുടെ വിചാരധാരയെ നാം തോൽപ്പിക്കുക മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റി നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ, ഞങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. BJP എന്ത് രാഷ്ട്രീയ രീതിയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? അതിന് പകരമായി അവർക്ക് മറ്റൊരു രീതി, ഇന്ത്യയുടെ സ്നേഹത്തിൻ്റെ രീതി സാധ്യമാകുമെന്ന് കാണിച്ച് കൊടുക്കുകയാണ്. ഇത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാടാണ് എന്ന് രാജ്യത്തെ നാം ഓർമ്മിപ്പിക്കണം. ഇതൊരു കാൽവയ്പ്പാണ്, വലുതല്ല. വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുവാൻ വന്നവരാണ് നാം എല്ലാവരും. ജയ് ഹിന്ദ്. शायद डराने के लिए कि देखिए अगर आप पैदल चलेंगे तो आपके ऊपर ग्रेनेड फेंका जाएगा। तो मैंने सोचा, नहीं सुनिए,
मैंने सोचा कि ऐसे करते हैं, मैं अपने घर वापस जा रहा हूं, 4 दिन पैदल चलूंगा, अपने घर के जो लोग हैं उनके बीच में चलूंगा। और मैंने सोचा कि जो मुझसे नफरत करते हैं उनको क्यों ना मैं एक मौका दूं कि मेरी सफेद शर्ट का रंग बदल दें, लाल कर दें। क्योंकि मेरे परिवार ने मुझे सिखाया है, गांधी जी ने मुझे सिखाया है कि अगर जीना है तो डरे बिना जीना है, नहीं तो जीना नहीं है। तो मैंने मौका दिया, मैंने कहा मैं 4 दिन चलूंगा, बदल दो टी शर्ट का रंग, लाल कर दो, देखी जाएगी। मगर जो मैंने सोचा था वही हुआ। जम्मू कश्मीर के लोगों ने मुझे हैंड ग्रेनेड नहीं दिया, अपने दिल खोलकर प्यार दिया, गले लगे। और मुझे बहुत खुशी हुई कि उन सब ने मुझे अपना माना और प्यार से, बच्चों ने, बुजुर्गों ने आंसुओं से मेरा यहां स्वागत किया। मैं अब जम्मू कश्मीर के लोगों से और जो यहां हमारे सेना के लोग काम करते हैं, सीआरपीएफ के लोग काम करते हैं, उनको मैं कुछ कहना चाहता हूं। सबको, जम्मू कश्मीर के युवाओं को, बच्चों को, माताओं को, सबको, सीआरपीएफ के, बीएसएफ के, आर्मी के जवानों को, उनके परिवारों को, उनके बच्चों को मैं कहना चाहता हूं, देखिए, मैं हिंसा को समझता हूं, मैंने हिंसा सही है, देखी है। जो हिंसा नहीं सहता है, जिसने हिंसा नहीं देखी है, उसे यह बात समझ नहीं आएगी। जैसे मोदी जी हैं, अमित शाह जी हैं, आरएसएस के लोग हैं, उन्होंने हिंसा नहीं देखी है। डरते हैं, नहीं डरते हैं, देखिए डरते हैं। यहां पे हम 4 दिन पैदल चले, मैं आपको गारंटी देके कह सकता हूं कि बीजेपी का कोई नेता ऐसे नहीं चल सकता है। और इसलिए नहीं क्योंकि जम्मू कश्मीर के लोग, इसलिए नहीं क्योंकि जम्मू कश्मीर के लोग उनको चलने नहीं देंगे, इसलिए क्योंकि वो डरते हैं। खैर, मैं अपने जम्मू कश्मीर के लोगों को, युवाओं को, बुजुर्गों को और आर्मी के लोगों को, सीआरपीएफ, बीएसएफ लोगों को थोड़ा सा बताना चाहता हूं। देखिए, मैं जब 14 साल का था, स्कूल में था, सुबह ज्योग्राफी की क्लास में था, मैं पढ़ रहा था, सामने बैठा था और मेरी एक टीचर आई, अंदर आई और उसने कहा, राहुल तुम्हें प्रिंसिपल बुला रहा है। मैं बदमाश था, बहुत बदमाश था जब छोटा था। बहन से पूछ सकते हो क्या क्या करता था मैं, अभी भी करता हूं।
मैंने सोचा प्रिंसिपल बुला रहा है, मैंने कुछ गलती की होगी, अब मार पिटेगी। वहां पे केनिंग होती थी, मैंने सोचा था अब केनिंग होगी मेरी। मगर जब मैं चल रहा था, जिस टीचर ने मुझे बुलाया उसको देखकर मुझे कुछ अजीब सा लगा। और जब मैं प्रिंसिपल के ऑफिस पहुंचा तो प्रिंसिपल ने कहा, राहुल तुम्हारे घर से फोन कॉल है। और जब मैंने उसके शब्द सुने मुझे पता लग गया कुछ गलत हो गया है। मेरे पैर कांपे और मैंने जैसे फोन अपने कान पे लगाया तो मेरे माँ के साथ एक औरत काम करती है, वो चिल्ला रही थी, राहुल दादी को गोली मार दी, दादी को गोली मार दी, दादी को गोली मार दी। 14 साल का था। देखिए, ये जो मैं कह रहा हूं, ये जो मैं अभी कह रहा हूं, ये बात प्रधानमंत्री को नहीं समझ आएगी, ये बात अमित शाह जी को नहीं समझ आएगी, ये बात डोवल जी को भी नहीं समझ आएगी, मगर ये बात कश्मीर के लोगों को समझ आएगी, ये बात सीआरपीएफ के लोगों को समझ आएगी, ये बात आर्मी के लोगों को समझ आएगी, उनके परिवारों को समझ आएगी। तो उन्होंने मुझे कहा, नाम ओंगमू है उसका, उसने कहा दादी को गोली लग गई, दादी को गोली लग गई। और फिर मुझे गाड़ी में वापस ले गए, प्रियंका को मैंने स्कूल से उठाया, मैं वापस गए। और फिर मैंने वो जगह देखी जहां मेरी दादी का खून था। पापा आए, माँ आई। माँ बिल्कुल हिल गई थी, बोल नहीं पा रही थी। हाँ, फिर क्या हुआ? तो जो हम लोग हैं जिन्होंने हिंसा देखी है, ये जो है ना, इसको हम बिल्कुल दूसरी तरीके से देखते हैं। ये आप सबके लिए टेलीफोन है, ये हमारे लिए सिर्फ टेलीफोन नहीं है। उसके बाद 6-7 साल बाद मैं अमेरिका में था और फिर से टेलीफोन आया। 21 में टेलीफोन आया। जैसे बहुत सारे, जैसे जो पुलवामा में हमारे सैनिक मरे थे, उनके घर टेलीफोन आया होगा। हजारों कश्मीरी लोगों के घर टेलीफोन आया होगा। सेना के परिवारों को टेलीफोन आया होगा। वैसा ही टेलीफोन आया। पिता के एक दोस्त थे, उन्होंने मुझे फ़ोन किया और कहा, राहुल बुरी खबर है। मैंने उनसे कहा, मैं जानता हूँ, पापा मर गए। कहते हैं हाँ। मैंने कहा धन्यवाद, फ़ोन रख दिया। तो मेरा कहना है जो हिंसा करवाता है, जैसे मोदी जी हैं, अमित शाह जी हैं,
अजीत डोवल जी हैं, आरएसएस के लोग हैं, वो इस बात को समझ नहीं सकते हैं, वो दर्द को समझ नहीं सकते हैं। हम समझ सकते हैं। पुलवामा के जो सैनिक थे, उनके बच्चों के दिल में क्या हुआ मैं जानता हूं। मेरे दिल में वही हुआ है जो यहां पे कश्मीर में लोग मरते हैं, उनके दिल में क्या होता है। जो फोन कॉल आता है क्या लगता है वो मैं समझता हूं, मेरी बहन समझती है। तो कल किसी जर्नलिस्ट ने मुझसे पूछा यात्रा का क्या लक्ष्य है। कहा कि यात्रा क्या अचीव करना चाहती है, जम्मू कश्मीर में क्या अचीव करना चाहती है। मेरे उस समय दिमाग में आया, मगर मैंने कहा नहीं बोलता हूं, कल भाषण में बोलूंगा। यात्रा का लक्ष्य है कि ये जो फोन कॉल हैं, चाहे ये आर्मी के हों, चाहे सीआरपीएफ के हों, चाहे ये कश्मीर के लोगों के हो, ये फोन कॉल बंद हो जाए। कि ये फोन कॉल किसी बच्चे को, किसी मां को, किसी बेटे को ना लेना पड़े। मेरा लक्ष्य ये जो फोन कॉल हैं इनको बंद करने का है। अब देखिए, बीजेपी आरएसएस के लोग आक्रमण किस चीज पे कर रहे हैं। मुझे गाली देते हैं, मैं उनका धन्यवाद करता हूं, क्योंकि मैंने आपको शून्यता की बात की, शिव की बात की, उसको मैं समझता हूं। और मैं दिल से उनका धन्यवाद करता हूं कि जितना भी वो मेरे ऊपर प्रेशर डालें, जितनी भी गाली लगाएं, जो भी वो करें, उससे मैं सिर्फ सीखता हूं। तो मैं एक प्रकार से उनका धन्यवाद करता हूं। मगर जो मैंने आपको बात बोली पहले, चाहे वो कश्मीरियत है, चाहे वो वैष्णव जनतो है, चाहे वो शंकर देव जी हैं, बसवा हैं, नारायण गुरु हैं, तिरुवल्लुवर हैं, जो तमिलनाडु के बड़े पोएट हैं, फूले जी हैं, और जो कश्मीरियत हैं, ये इस विचारधारा पे आक्रमण कर रहे हैं। और ये जो विचारधाराएं हैं, ये इस देश की नींव है, इस देश की फाउंडेशन है। और आपने जो किया, जो यात्रियों ने किया, हम सब ने किया, इस विचारधारा की रक्षा के लिए किया है। मैंने ये काम अपने लिए नहीं किया, मैं ऐसा काम अपने लिए कभी कर ही नहीं सकता हूं। मैंने ये काम हमारे कांग्रेसी मित्रों को ये अच्छा ना लगे, मगर मैंने ये काम कांग्रेस पार्टी के लिए भी नहीं किया है। मैंने ये काम, और हम सब ने ये काम हिंदुस्तान की जनता के लिए किया है। और हमारी कोशिश है कि जो विचारधारा इस देश की नींव को तोड़ने की कोशिश कर रही है, जो विचारधारा इस देश की नींव को तोड़ने की कोशिश कर रही है, उसके खिलाफ हम खड़े हों, मिलकर खड़े हों, नफरत से नहीं, क्योंकि वो हमारा तरीका नहीं है, मोहब्बत से खड़े हों। मैं जानता हूं कि अगर हम मोहब्बत से खड़े होंगे, प्यार से बात रखेंगे, तो हमें सफलता मिलेगी। और उनकी जो विचारधारा है, उसको हम सिर्फ हराएंगे नहीं, मगर उस विचारधारा को हम उनके दिलों से निकाल देंगे। तो आपने, देश की जनता ने हमारा समर्थन किया। हमारी कोशिश है कि हमें, बीजेपी ने एक जीने का तरीका, राजनीतिक तरीका दिखाया है। हमारी कोशिश है
कि हम एक और तरीका, जो हिंदुस्तान का तरीका है, मोहब्बत का तरीका है, वो हम देश को दिखाएं, हम देश को याद दिलाएं कि हिंदुस्तान मोहब्बत का देश है, इज्जत का देश है, भाईचारे का देश। तो हमने जो कहा था, छोटा सा कदम लिया है, बड़ा कदम नहीं है। नफरत के बाजार में मोहब्बत की दुकान खोलने की कोशिश की। धन्यवाद। जय हिंद।